ഹലോ നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് എന്താണ് വ്യൂസ് എന്നതിനെ കുറിച്ചാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ ജാങ്കോയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. നമ്മളൊരു കൊടുക്കുന്ന HTTP റെസ്പോൺസിനനുസരിച്ച് ഒരു റിക്വസ്റ്റിനനുസരിച്ച് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വ്യൂ ഉപയോഗിക്കുന്നത്. നമ്മളൊരു വെബ് പേജിലേക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു വെബ് പേജ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് നമ്മൾ സെർവറിലേക്ക് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റിനനുസരിച്ച് റെസ്പോൺസ് നമുക്ക് സെർവറിൽ നിന്നും ലഭിക്കും. ഇതേ ഒരു കാര്യം തന്നെയാണ് വ്യൂവിൻ്റെ ഉള്ളിലും നടക്കുന്നത്. നമ്മളൊരു യൂസർ എന്തെങ്കിലും ഒരു റെസ്പോൺസ് കൊടുക്കുമ്പോൾ ആ റെസ്പോൺസിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രൊജക്റ്റിൽ മാറ്റം വരുത്തണം, ഏതൊക്കെ ഡാറ്റാസുകൾ കൊണ്ടുവരണം, ഏതൊക്കെ ഡാറ്റാസാണ് യൂസേഴ്സ് കാണിച്ചു കൊടുക്കേണ്ടത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്നത് ഈ വ്യൂസ് എന്ന സെക്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, വ്യൂസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം, വ്യൂസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആപ്സ് എന്ന ഫോൾഡർ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റ് എന്ന ആപ്സിൻ്റെ ഉള്ളിൽ views.py എന്നൊരു ഫയലുണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഭാഗമായിരിക്കും തുറന്നു വരിക. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വ്യൂസിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രധാനമായിട്ടും മെത്തേഡുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മെത്തേഡിൻ്റെ പേര് ഞാൻ ഡിഫ് എന്ന് കൊടുത്തു. എന്നിട്ട് ആ മെത്തേഡിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ ഞാൻ ആപ്പിൻ്റെ പേരായതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയല്ല, ഈ പേര് തന്നെ ആവണമെന്നില്ല, എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു റിക്വസ്റ്റ് എന്നും ചേർത്ത് കൊടുക്കാം. റിക്വസ്റ്റ് എന്ന് ചേർത്തു. അതിനുശേഷം ഒരു ഫുൾ കോളൻ ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് റിട്ടേൺ ഇട്ടതിന് ശേഷം നമുക്ക് HTTP റെസ്പോൺസ് ആണ് വേണ്ടത്. അപ്പോൾ HTTP റെസ്പോൺസ് നമുക്കിവിടെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അത് ഇതിലേക്ക് ആ മൊഡ്യൂൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, Django.HTTP എന്നെഴുതി അതിനുശേഷം ഇമ്പോർട്ട് HTTP റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഈ പാക്കേജ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം റിട്ടേൺ എന്നിട്ട് ഇട്ടതിന് ശേഷം HTTP റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് സ്ക്രീനിൽ നമുക്ക് എന്ത് മെസ്സേജ് ആണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അലോ വേൾഡ് എന്നുള്ളൊരു മെസ്സേജ് ചേർത്ത് കൊടുത്തു. ഓക്കെ, അലോ വേൾഡ് എന്നുള്ളൊരു മെസ്സേജ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിലൊരു വ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്ത് നമുക്കിത് റൺ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അടുത്ത സെക്ഷനിൽ ഇതിൽ URLs എന്നൊരു ഭാഗം സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ജസ്റ്റ് എന്താണ് വ്യൂ എന്നും വ്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.